ആ ഇന്ന് എന്തെടുക്കാന്നാ പറഞ്ഞത്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് നോക്കട്ടെ. വേണ്ടടാ മരപ്പട്ടി, നിന്റെ പോലെ തന്നെ ബെഞ്ചിൽ നിന്ന് ഇറങ്ങിയിട്ടാ ഞാൻ ഈ പണിക്ക് വന്നത്. എന്താ കുട്ടി പറയൂ. അല്ല ആ മിടുക്കി, വിപരീതമതം എല്ലാവരും പഠിച്ചു വന്നിട്ടുണ്ടല്ലോ. രാത്രി പകൽ. ഓ എന്തൊരു ഓർമ്മ ശക്തിയാ എന്റെ അമ്മേ. ഒന്ന് പതുക്കെ പറ. ശരി അവസാനിപ്പിക്കാം. അവസാനിപ്പിക്കാന്ന് എന്നാ തുടങ്ങിക്കോ. ഒന്ന് നിർത്തുവോ? എഴുന്നേറ്റിരിക്കണ അവിടെ. എന്റെ ദൈവമേ, എനിക്ക് എവിടെ ചെന്നാലും ഈ ഗതികേട് എന്നെ വരൂ. ഇന്നൊടിയുന്നല്ലത് മാഷേ. ഇതൊന്ന് വായിച്ചേ. എന്താ നിങ്ങൾക്കറിയില്ലേ വായിക്കാൻ? ഉറക്കെ വായിക്കുന്നു. ഇത് ഉറക്കെ വായിക്കാൻ പറ്റിയ കത്തല്ല. ഇതാർക്കെഴുതിയതാ? ആർക്കെഴുതാന്ന്? ഇത് അസീസ് ആമീനയ്ക്ക് എഴുതിയ കത്താ. അസലായിട്ടുണ്ട്. എന്താ മാഷ കത്തിൽ എഴുതിയിരിക്കുന്നത്? നീ ഒരു കാര്യം ചെയ്യ്, ഇതുകൊണ്ട് എന്നെ കൊല്ല്. പോടോ. എടാ മാഷക്ക് പ്രാന്ത് പിടിച്ചെന്നാ തോന്നണേ. മാഷക്കല്ല എന്റെ വാപ്പയ്ക്കട പ്രാന്ത്. ഇത് വലിയ ഗതികേടായല്ലോ എന്റെ കർത്താവേ. കുന്നത്തങ്ങാടി. ഇത് നമ്മള് മലപ്പുറം ബസ് സ്റ്റാൻഡിന്റെ മൂത്രപ്പേരിന്റെ അത്രയല്ലേ ഉള്ളൂ. അയ്യോ, ഇവിടെ വലിയൊരു കൂറ്റുണ്ടെന്ന് കേട്ടല്ലോ. എന്താണ് എന്റെ പേര്? ഓന്റെ പേരെന്താണെന്നാണ് പറഞ്ഞ അസീസേ? മൂരി ഹൈദ്രോസ്. മൂരി എന്നുള്ള ഓന്റെ ബാപ്പാന്റെ പേരാണ്. നമ്മൾ എവിടെയെല്ലാം തല്ലുകൂടാൻ പോയിരിക്കുന്നത്. ഈ പന്നിന്റെ പേര് എവിടെയും കേട്ടിട്ടില്ലല്ലോ. എവിടാ മൂരി? ഓൻ എവിടെ? ഓൻ ഏതെങ്കിലും പശുവിന്റെ പുറകെ പോയിട്ടുണ്ടാവും. നിങ്ങളെ കാണുക മജിദേ, നീ പോയിട്ട് ആ പൊക്കിപ്പിടി. ഇത് നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. ഇതാണ് ചോര ജയിച്ചിന ഊർമി. ഇപ്പൊ മുട്ടത് അറിയാതെ കയ്യിൽ നിന്ന് പിടിവിട്ടു പോയതാ. ഏതായാലും 4 പേര് കാണണം നല്ലല്ലേ? ഇരിക്കല്ലേ, ഞാൻ ആകെ ബേജാറായിരിക്കും. ഞാനും. അത് ആർക്കും മനസ്സിലായില്ല. അടവുകൾ പറയുന്നുണ്ട്. ഞാൻ മലപ്പുറം കത്തിയങ്ങോട്ട് ഇത് മജീദേ, മജീദേ ഒന്ന് ആഘോഷിക്കല്ലേ? മജീദേ നോക്കല്ലേ? ആ കണ്ടോളേ അസീസ, പിടിച്ചോ. എല്ലാത്തിനും 100 ഉറുപ്പിയാണ്. 100 ഉറുപ്പിയ. നമുക്ക് ചായ കൊടുത്ത് ശീലമില്ല, വാങ്ങിച്ച ശീലമുള്ളൂ. കുന്നത്തങ്ങാടിയാ. കുന്നത്തങ്ങാടിക്കാർക്ക് നമ്മുടെ വക ഫ്രീ. കുന്നത്തങ്ങാടിക്കാരുടെ ഫ്രീ ആയിട്ട് 10 പൈസ കൊടുക്കാം. ആരും പോയിരിക്കില്ല. കൊണ്ടുപോ. നമ്മുടെ രാജ്യമാണ്. ഇനി എല്ലാവരും കൂടെ കഴിഞ്ഞിട്ട് വരി. അപ്പയും മലപ്പുറം മൊയ്തീന്റെ കളി കാണാൻ കേക്ക്. മഞ്ചേരി മജീദിന്റെ Jessica.
കുടുങ്ങി. ഇവൻ ശരിക്കും മൂരി തന്നാണ് കേട്ടോ. ഒരാള് ചെറുതാണെങ്കിലും ഉള്ളിൽ കോളുണ്ടാവും. ഇങ്ങനെ വീഴ്ത്തിയ ഇങ്ങക്ക് തന്നെ എന്റെ നാണക്കേട്. ഇവിടെ തലയുയർത്തി നടക്കാൻ കഴിയൂല. ഞാൻ പിന്നിലുണ്ട്, നീ ധൈര്യമായിട്ട് നിന്നോ. നമ്മുടെ വേഷം കണ്ടിട്ട് ഓന് കുലുക്കൊന്നുമില്ലല്ലോ. ഓൻ ശരിക്ക് കളിച്ച് പിടിച്ചവനായിരിക്കും. നീ ഉറിഞ്ഞു പിടിച്ചിരിക്കുന്നേ കണ്ടാട്ടുണ്ടോ മനസ്സിലാക്കുന്ന എനക്കൊന്നും അറിയില്ലാന്ന്. ഓന്റെ ഉറുമി കണ്ട അതൊന്ന് വീശിയാ മതി. 10-25 പേരെങ്കിലും മയ്യത്താവും. ഇപ്പൊ മുണ്ടാണ്ടിരിക്കുന്നതാണ് ബുദ്ധി. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇതൊന്നും വേണ്ടാന്ന്. പഠിച്ചോ, നിന്നിപ്പോ എന്താ ചെയ്യാ? ഇക്കുളത്തിലും മടങ്ങാനൊക്കെ പറ്റുമോ? ഹൈഡ്രോസെ പറയണത് കേക്ക്. വെറുതെ പോലീസും കൂട്ടും ആക്കണ്ട. അല്ല ഗുരുക്കന്മാരെ, നിങ്ങൾ അഭ്യാസികളാ, മുറ അറിയുന്നവരാ. അപ്പോ നിങ്ങൾക്കാണ് ക്ഷമ വേണ്ടിയത്. ആ, ഇങ്ങക്ക് വിവരമുള്ളതുകൊണ്ട് അങ്ങനെ തോന്നി. പക്ഷെ ഈ മൂരിക്കാനറിയോ? ചീത്താടാ മൂരി. അനക്കറിയോ നമ്മൾ ആരാന്ന്? എടാ, മലപ്പുറം പോയി എനിക്ക് കേട്ടിട്ടുണ്ടോ? മഞ്ചേരി മജീദിനെ നമ്മൾ അവിടെയൊക്കെ വന്നിട്ടുണ്ട്, തല്ലും കൂടിയിട്ടുണ്ട്. കള്ള സുബറോണ്. നിങ്ങൾക്ക് ഹൈദ്രോസിനെ അറിയില്ല. ഒന്ന് പിടിച്ച് മാറ്റി മാഷേ. ഒന്ന് പോരാ അവിടെ കള്ള ചെക്കൻ. കുറെ നേരമായി തുടങ്ങിയിട്ട്. കോഴിക്കോട് വീരാങ്കൂട്ടിനെ ഈ കേട്ടിട്ടുണ്ടോ? പറയണ പങ്കുല്ലാശാനെ കേട്ടിട്ടുണ്ടോ? അവരൊക്കെ കുത്തി മത്സ്യമാണ് ഈ മൊയ്തീൻ. ചേട്ടാ, ഇന്റെ ഈ മലപ്പുറം കത്തി എന്തിനാണെന്നറിയോ? അന്റെ കത്തിന്റെ അരി അടക്ക ചെണ്ടാനുള്ളതല്ല. നീ കണ്ടിട്ടുണ്ടോ ഉറുമി? വൈദേ കാണിച്ചോടാ. ശരി, സകല ഗുരു ശേഖന്മാരെ ബിസ്മില്ലാഹി. ആദ്യം അഖിലാണ്ട കടകൻ കുതിച്ചു മാറി ഇതൊരാഴ്ച കടകൻ ഉറങ്ങുന്ന പ്രതിയോഗി സുഷുപ്തി ഉറക്കം ആണെന്ന് കുത്തി ആ തടുത്ത് വിരിഞ്ഞു മാറി പെട്ടെന്ന് തടുത്ത് എടുത്ത് വീണ്ടും ഇങ്ങനെ കുട്ടിക്കേരളം പറഞ്ഞൊന്ന് ഹൈദ്രോസിനെ പേടിപ്പിക്കണ്ട. നായിന്റെ മോനെ ഈ ചിരിക്കണ്ട. അന്റെ മോനെന്താ ദുനാവിന് വേണ്ട സുന്ദരിയാ? പോക്ക് കത്ത് കൊടുക്കുന്നതിനൊക്കെ ഇക്കൊല്ലോ എന്നാ കൊന്നാണി. ഇവനാണ് എന്റെ മോനെ കെട്ടാൻ പോണേ. നിങ്ങളെല്ലാം നോക്കി രസിക്കുക. ആർക്കെങ്കിലും ഒന്ന് പിടിച്ചു മാറ്റാതോ? ഇങ്ങനെ മറന്നു ഓട്ടി വെച്ച് തല്ലി പരിച്ച ആർക്കാ ചേതം? നിങ്ങൾക്ക് ഭാര്യയും കുട്ടികളില്ലേ? ഏതായാലും തൽക്കാലം നിങ്ങളൊന്ന് പോ. പ്ലീസ്, പ്രശ്നം ഉണ്ടാക്കരുത്. എല്ലാരും ഒന്ന് പോവിൻ. എല്ലാവരും പോകാനല്ലേ പറഞ്ഞു? നിങ്ങൾ ഐദ്രോസ്കാരം കൊണ്ട് പോ. വീട്ടിൽ കൊണ്ട് മകളാണ് നല്ല മനുഷ്യൻ. പൂരം കാണാൻ വന്നിരുന്നു രാത്രി. ഹൈദ്രോസ് പോ. ലോനപ്പ് മാഷ പറയണേ ഹൈദ്രോസ് പോ. പക്ഷേ അയാൾ പോയിട്ട് 1 മണിക്കൂറായല്ല. തലയിരിക്കുമ്പോ വാലാടണ്ട. കുന്നത്തങ്ങാടിക്കാർക്ക് ഒരു മാഷേ ഉള്ളൂ, അത് ലോനപ്പം മാഷ്. നീ എന്നടാ മാഷായത്? നീ ചിലപ്പോ ഹൈസ്കൂൾ മാഷായിരിക്കും. ഹൈസ്കൂൾ ആയാലും LP ആയാലും മാഷ് തന്നെയാ. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നീ ഒന്നും പറയണ്ട, നിന്റെ പ്രവൃത്തി ഉണ്ട പോരെ. നീ നാട് നിങ്ങളെ ക്ലാസ് എടുത്ത് നടക്കണ്ടല്ലോ. നീ എന്താ പഠിപ്പിക്കണേ? മാഷ് എന്താ പഠിപ്പിക്കുന്നത്? നീ എന്താ പഠിപ്പിക്കണേ? മാഷ് എന്താ പഠിപ്പിക്കുന്നതെന്ന് ഞാൻ പറയാം മാഷേ. പറഞ്ഞു കൊടുക്കണേ. കേട്ടെഴുത്താണ് കേട്ടെഴുത്തേ. മാഷോട് സംസാരിക്കുന്നത് എന്നെ വേണം പറയാൻ. സ്കൂളിലോ എനിക്ക് സ്വര്യം തരുന്നില്ല, റോട്ടി വന്ന് അവിടെ തരില്ല സ്വര്യം. രാത്രി ആയില്ലടാ. നിനക്കൊക്കെ പോയി വല്ല കോയിനെ കട്ടൂറ കുറുക്ക പോള